Only then we can make some amount of symmetry. We also have to work a little bit on the upper jaw, because upper jaw the problem is 20%, lower jaw problem is 80%. Soft tissue problem is about 50%, bony problem is about 50%. Now, what we will be doing is, we will be doing more on the soft tissue problem, bony problem, less on the soft tissue problem, and trying to balance your face. This is the first thing. Second thing, your nose is too broad. Your lower lip is too wide, too everted. See, because when I look at you, I look at your face. I am not only looking at that side, I'm looking at your face. So, in the face, what are all the things we can make major improvement? Lower lip, this chin is tilted, nose is broad, this is swollen, this is inside. Multiple issues are happening here. It's not just this is inside. No. That is why the fat injection will never work for you. Because you have 5 problems, you're sorting out 1 problem. You're doing all this for what? Aesthetics, facial balance, facial proportion. You're not doing this because you are not able to open your mouth or you're not able to talk or anything. All cosmetic surgery, right? Cosmetic surgery is a relational thing on the face depending on what I see, what is the finding. So in your case, I will recommend few procedures which I will write. Now it will include upper jaw, lower jaw, chin, angle, normal, both sides I have to do. Otherwise you will never get a balanced face. This side itself is extra swelling. Yeah, here. This is not normal swelling. Why it is like this? Because for 10 years, one side is not effective for you. That will become strong. ഇപ്പോൾ സർജറിനെ ചെയ്തിപ്പോൾ പോയില്ലേ, അപ്പോൾ ഇപ്പോൾ നമ്മൾ റെഡി ആക്കുമ്പോൾ ആ സൈഡ് അധികം ഉണ്ടാകും, നമ്മൾ കുറച്ച് കുറച്ചെടുക്കണം, ഈ സൈഡ് വലുതാക്കണം. ചുണ്ട് കോണിട്ടുണ്ട്, അത് സ്ട്രെയിറ്റ് ആക്കണം, ഈ ചുണ്ട് ഉള്ളിൽ കൊണ്ടുപോകണം. അങ്ങനെ കുറേ പ്രൊസീജിയർ ചെയ്താൽ മാത്രം നമുക്ക് ഫേസ് റെഡി ആക്കാൻ പറ്റും. അതും റിലേഷൻ ടു ദ ഹോൾ പ്രൊസീജിയറാണ്. ഇവിടെ നമുക്കാവുമ്പോൾ ഇതെല്ലാം പോയി. ബട്ട് ഞാനത് ഇപ്പോൾ ചെയ്യാറില്ല. അതിന് കണ്ണിപ്പോൾ ചെയ്യണ്ട, ബാക്കിയെല്ലാം റെഡി ആക്കുമ്പോൾ അത് നിങ്ങൾക്ക് അറിയത്തില്ല, അത് തന്നെ നമുക്ക് ക്ലിയർ ആവും. അതിപ്പോൾ ചെയ്യണ്ട. എല്ലാം ചെയ്യാൻ വേണമെങ്കിൽ ഒറ്റ ഇതിൽ തന്നെ റെഡി ആക്കി തരാം. ഫുൾ ഫേസ് ഒരു 90% ഇമ്പ്രൂവ്മെന്റ് കിട്ടും. പിന്നെ ഫ്യൂച്ചറിൽ നമ്മൾ ചില ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽ ഇടും. നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽ ഇടാത്ത വരാൻ സാധ്യതയുണ്ട്, കുറച്ച് റിസ്ക് ഉണ്ട്. വേറെ ഓപ്ഷൻ ഇല്ല, നിങ്ങൾക്ക് എല്ലെടുത്ത് വെച്ച് റെഡിയാക്കാൻ പറ്റത്തില്ല, വേറെ ഓപ്ഷനേ ഇല്ല. ഫാറ്റ് വെച്ചാൽ നിൽക്കത്തില്ല. ആഫ്റ്റർ സർജറി അങ്ങനെയല്ല കോംപ്ലിക്കേഷൻ ഉണ്ടാവുക. ഇപ്പം നമ്മൾ ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽ പീക്ക് കൊണ്ടുണ്ട്, അല്ലെങ്കിൽ സിലിക്കോൺ മെറ്റീരിയൽ വയ്ക്കുമ്പോൾ അത് ബോണിന് കൂടെ എങ്ങനെയും ഫ്യൂസ് ആകത്തില്ല. അങ്ങനെ തന്നെ ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽ പോലെ ഉണ്ടാവും. 10 വർഷം, 5 വർഷം, 20 വർഷം എല്ലാം പറഞ്ഞിട്ടുണ്ട് പേഷ്യൻസിന്. ലൈഫ് ലോങ് വരും. പക്ഷേ ഇടയ്ക്ക് പോയി നമ്മളിത് അടിക്കൊല്ലിയ, അപ്പം അതിങ്ങനെ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ വേറെ ഓപ്ഷൻ നിങ്ങൾക്കില്ല. അതെല്ലാം റെഡി ആകത്തില്ല. അതാ പറയുക, ഒന്നും വർക്കാകത്തില്ല. അതല്ല ഇന്നും മോശമാവും, അല്ലെങ്കിൽ ഇത്രയോട് ഇമ്പ്രൂവ്മെന്റ് കിട്ടും. 10% ഇമ്പ്രൂവ്മെന്റ് കിട്ടിയിട്ട് നിങ്ങൾക്ക് ഏതാவது പ്രയോജനം ഉണ്ടാ? അപ്പോൾ ചെയ്യണ്ട. ഞാൻ പറയുന്നത് 90% കിട്ടും ഇമ്പ്രൂവ്മെന്റ്. ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് എന്ത് യൂസ്? നമ്മൾ ഒരുപാട് മേജർ ഡിഫോർമിറ്റീസ് റെഡിയാക്കുക, അതിനുവേണ്ടി ഇങ്ങനെ പറയുക. ഓവറോൾ ഫേസ് ഞാൻ നിങ്ങൾക്ക് അത്രയും ഒരു ചേഞ്ച് ആക്കി തരും. അതിനുള്ള പ്രൊസീജിയർ എഴുതിത്തരാം. മേജർ സർജറിയാ. പിന്നെ ഒരു 6-7 മണിക്കൂറാവും എല്ലാം ചെയ്യണമെങ്കിൽ. ഇവിടെ ഒരു 10 ദിവസം. പിന്നെ ഒരു സ്ഥലം ഇവിടെ കൊല്ലം, ട്രിവാൻഡ്രം. ഓക്കെ, then it's easy. Totally ഒരു 1 month. അതും നമ്മൾ ചെക്കപ്പ് ചെയ്തിട്ട് നോക്കിയിട്ട് ഷുഗർ ലെവൽ നോർമൽ ആയ ശേഷം മാത്രം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കുറച്ചായിട്ടുണ്ട്. 6.5 താഴെ ഇറക്കണം. 5.5 ഉണ്ടായാൽ ബെറ്റർ. അത് കുഴപ്പമില്ല, അതിൻ്റെ മെഡിസിൻസിൽ നമുക്ക് ശരിയാക്കാൻ പറ്റും.
ഇല്ല, നമ്മളതിന് വേറെ ഡോക്ടേഴ്സ് ഉണ്ട്, നമ്മളത് സർജറി ചെയ്ത് ക്ലിയർ അത് മെഡിസിൻസ് ഫോളോ ചെയ്യും. HbA1c കൂടുതൽ എന്നാലും കുഴപ്പമില്ല. മെഡിക്കേഷനിൽ നമുക്ക് ചെക്ക് ചെയ്തിട്ട് മാനേജ് ചെയ്യാം.